IB എന്താണെന്നറിയാത്ത കിഴങ്ങന്മാരാണ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഇരിക്കുന്നതെന്ന് മുൻ വൈസ് ചാൻസലറിനെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയാം. ഇതാണ് ബായിഷായണ്ണന്റെ കാര്യം. വെട്ടൊന്നും മുറി രണ്ട്, എന്നിട്ട് ഒരു മുറി പുള്ളി താമസിക്കും, മറ്റേ മുറി വാടക കൊടുക്കും. ഫ്ലെക്സിബിലിറ്റി ഇല്ലായ്മയുടെ ഒരു പ്രശ്നം ഞാൻ പറയാം. ഞാൻ അതിന്റെ ഒരു ഇരയാണ്. എന്താ സംഭവം? കേക്കട്ടെ. ഞാൻ എൻ്റെ മോള് അവള് കൊടൈക്കനാൽ ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്നത്, അവിടെ IB ആണ് സിലബസ്. അത്യാവശ്യം ഭംഗിയായിട്ട് പഠനം കഴിഞ്ഞ് തിരിച്ചെത്തി. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? തിരിച്ചെത്തി കഴിഞ്ഞ് അവള് ഇവിടെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ അസംഷനിൽ അഡ്മിഷൻ കിട്ടി. അതിപ്പോ ലാഭായല്ലോ. അവിടെ ജോയിൻ ചെയ്തു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഗാന്ധിജി യൂണിവേഴ്സിറ്റി അവളോട് പറഞ്ഞു, നിന്റെ ഈ കോഴ്സ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, നീ തിരിച്ചു പോയിക്കോളൂ, നിന്നെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. IB സിലബസ് എന്താണെന്ന് സാറിനറിയാം. IB പഠിച്ചിട്ട് വന്ന ഒരാളെ ഗാന്ധി യൂണിവേഴ്സിറ്റി പുറത്താക്കി. സത്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മകളുടെ ഒരൊറ്റ വർഷം നഷ്ടപ്പെട്ടു. IB എന്താണെന്നറിയാത്ത കിഴങ്ങന്മാരാണ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഇരിക്കുന്നതെന്ന് മുൻ വൈസ് ചാൻസലറിനെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുക. എന്താ ശരിയല്ല മാവ? പിന്നെന്താ പ്രശ്നം? ഇവന്മാരല്ലേ നമ്മുടെ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കാൻ പോകുന്നത്? ഇവന്മാരല്ലേ നിങ്ങളെ നല്ല ഗതിയിൽ എത്തിക്കാൻ പോകുന്നത്? കാര്യം പിടി കിട്ടിയല്ലോ. ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കണോ? ഇത് ഭീഷണിയല്ല, രോദനം, ഒരച്ഛന്റെ രോദനം. പിന്നെ അവള് അതേ മാർക്കുമായിട്ട് ബാംഗ്ലൂർ അവർക്ക് അഡ്മിഷൻ കിട്ടി. അവൾ വളരെ നല്ല കുട്ടിയല്ലേ? നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടി. അവൾക്ക് അവളുടെ മികവ് വെച്ചിട്ട് ആ ഒരു വർഷം അവർക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുത്തു. അവൾക്കൊരു വർഷം നഷ്ടപ്പെട്ടില്ല. എല്ലാം വിധിയുടെ വിളയാട്ടം. സാറിന്റെ മക്കളുടെ ഭാഗ്യം. അതാണ് വ്യത്യാസം. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വരേണ്ട മാറ്റം. ഇത് വരുമ്പോൾ നിങ്ങളുടെ മനോഭാവവും മാറും, സമൂഹത്തിൻ്റെ മനോഭാവം മാറും, തൊഴിലെടുക്കുന്നത് മാന്യമാണെന്നുള്ള ചിന്തയും ഉണ്ടാവും. ഓക്കെ, സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ എന്തും തുറന്നടിച്ച് പറയുക എന്നുള്ളത്. എന്തായാലും സാബു സാർ അത് അതിന്റെ സ്പിരിറ്റിൽ തന്നെ ഉൾക്കൊണ്ടു വേണ്ട മാറ്റങ്ങൾ വരുന്നു. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്ണാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടം, അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.